പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും അലക്ഷ്യമായി ഉപേക്ഷിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഇത്തരം വാഹനങ്ങളിൽ മുനിസിപ്പാലിറ്റി നോട്ടീസ് പതിക്കും. മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് 14 ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം. പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നതുമടക്കം അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ഉടമകളോട് മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം. താമസ വ്യവസായ കേന്ദ്രങ്ങളിലെ വിവിധ പാർക്കിങ്ങുകളിലാണ് വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിലുള്ളത്. ഇത്തരം വാഹനങ്ങളിൽ മുനിസിപ്പാലിറ്റി നോട്ടീസ് പതിക്കും. മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് 14 ദിവസത്തിനകം ഉടമസ്ഥൻ്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം. അല്ലാത്ത പക്ഷം നഗരസഭ നീക്കം ചെയ്യും. ഇതിനിടെ വാഹനത്തിന് സംഭവിക്കുന്ന കേടുപാടുകളിൽ മുനിസിപ്പാലിറ്റി ഉത്തരവാദികളായിരിക്കില്ല. നീക്കം ചെയ്ത വാഹനങ്ങൾ തിരികെ വാങ്ങാനെത്തുന്ന ഉടമസ്ഥരിൽ നിന്ന് 200 ഒമാനി റിയാൽ പിഴ ഈടാക്കും. 15 ആളുകൾക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനങ്ങൾക്കും സൈക്കിളുകൾക്കും ഇതേ പിഴയാണ് ചുമത്തുക. പൊതു ഇടങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങളുണ്ടെങ്കിൽ നഗരസഭയെ അറിയിക്കണമെന്നും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കത്തിൽ പൊതു ഇടങ്ങളിലും നിരത്തുകളിലും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും മുനിസിപ്പാലിറ്റി പറയുന്നു. മീഡിയ 1 മസ്കത്ത്.